ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ചങ്ങനാശ്ശേരി കൂത്രപ്പള്ളി സ്വദേശി ജിജു ബ്രദറിനെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവെന്ന് നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഗുഡ്നസ് ടി വിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ജിജു ബ്രദറിനെ സ്നേഹപൂർവ്വം സ്വാഗതം. ബ്രദറിനെ ഒന്ന് നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജിജു കെ ജോൺ എന്നാണ് ശരിക്കുള്ള പേര്. ഞാൻ ദൈവവചന ശുശ്രൂഷയുമായിട്ട് ഇപ്പോൾ കർത്താവിൻ്റെ കൃപയെ മുന്നോട്ട് പോകുന്നു. എനിക്ക് മാതാപിതാക്കളും 5 സഹോദരങ്ങളുമാണ് ഉള്ളത്. മാതാപിതാക്കൾ അവർ മരിച്ചുപോയി. എൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു. അമ്മ ഭവനത്തിൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ 5 സഹോദരങ്ങളൂടെ ജീവിച്ചു. ഇപ്പോൾ ഞാനിവിടെ ഭവനത്തിൽ പ്രാർത്ഥനാ സമൂഹമായിട്ട് ബന്ധപ്പെട്ട ചില മക്കളുടെ സഹായത്തോടെ ഒറ്റയ്ക്ക് തന്നെ, കാരണം ശുശ്രൂഷ ജീവിതമായതുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് ദൈവാത്മാവ് തോന്നിച്ചതുകൊണ്ട് അങ്ങനെ ഈ ഭവനത്തിൽ ഇപ്പോൾ ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ, പിതാവ് അധ്യാപകനെന്ന് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് KC ജോൺ എന്നായിരുന്നു. ചങ്ങനാശ്ശേരി SB ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു. പല സ്കൂളിലും പഠിപ്പിച്ചു. അവിടെ നിന്നാണ് റിട്ടയർ ചെയ്തത്. അമ്മയുടെ പേര് എൽസമ്മ എന്നായിരുന്നു. ചങ്ങനാശ്ശേരി വെട്ടിത്തിരുത്ത് എന്ന് പറയുന്ന സ്ഥലം വലിയപറമ്പ് കുടുംബത്തിലെയാണ്. പിന്നെ സഹോദരങ്ങൾ, മൂത്ത പെങ്ങൾ ലവ്ലി വിവാഹം ചെയ്തവരുടെ അടുത്ത ഇടവക പനയമ്പാല ഇടവക കാട്ടുകുന്ന കുടുംബത്തിലാണ്. തോമസ് ജോസഫ് എന്നാണ് വിവാഹം ചെയ്തത്. അദ്ദേഹം ഒരു റിട്ടയർമെൻറ്റ് ലൈഫാണ്, ഇപ്പോൾ സ്ഥലത്തില്ല. പിന്നെ ഉള്ള ആളിപ്പോൾ പെങ്ങൾ കൂടെ ഉണ്ട്, ഷേർലി. അതും അടുത്ത ഇടവക തന്നെ വെരൂർപ്പള്ളി ഇടവകയിൽ മുക്കട കുടുംബത്തിൽ ജോസഫ് തോമസ് എന്നാൽ വിവാഹം ചെയ്തു. അവർ മക്കളൊക്കെ വിവാഹം ചെയ്തു. അവരും റിട്ടയർമെൻറ്റ് ലൈഫിൽ തന്നെയാണ്. പിന്നെ ഉള്ളത് മൂത്ത ചേട്ടൻ ഇവിടെയുണ്ട്, ജോസ് കെ ജോൺ. അദ്ദേഹം വിദേശത്തായിരുന്നു. ഭാര്യയും 2 മക്കളുമുണ്ട്. ചേച്ചി വിദേശത്താണ് ഇപ്പോഴും. അപ്പോൾ അദ്ദേഹം സ്ഥലത്തിപ്പോൾ കൂടെയുണ്ട്. പിന്നെയുള്ള ആൾ ജിജോ കെ ജോൺ. അദ്ദേഹം ബാംഗ്ലൂരാണ്. ഭാര്യയും മക്കളുമായിട്ട് ഒരു മകൻ വിവാഹം കഴിഞ്ഞു. അവർ ബാംഗ്ലൂരിൽ ജീവിക്കുന്നു. പിന്നെ ഇളയ അനിയൻ, അവനാണ് ഇവിടെ ശരിക്കും ഈ ഭവനത്തിൽ എൻ്റെ കൂടെ ഉള്ളത്. ഇപ്പം കൊച്ചി ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും അവൻ്റെ ഭാര്യ ഡോണ വോഡഫോൺ ഐഡിയയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും അവർ ഇപ്പോൾ എറണാകുളത്താണ്. അപ്പോൾ അവരാണ് ഇവിടെ കൂടെ ഉള്ളത്. ഇതാണ് ഇപ്പോഴുള്ള എൻ്റെ കുടുംബ പശ്ചാത്തലം. ബ്രദറിൻ്റെ ബാല്യകാലം ഒന്ന് പറയാമോ? ചെറുപ്പം തൊട്ടേ ഈ കാഴ്ചയില്ല എന്നുള്ളൊരു അവസ്ഥ അത് ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു അനുഭവമാണ്. എന്ന് വെച്ചാൽ ജനിച്ച 1.5 വയസ്സ് വരെയൊക്കെ കാഴ്ച ഉണ്ടായിരുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്. എനിക്ക് ആരും ഓർമ്മയില്ല. അതിനുശേഷം കണ്ണിന് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആശുപത്രി കൊണ്ട് ഡൽഹിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കൊണ്ട് ഓപ്പറേഷനൊക്കെ ചെയ്ത്. അപ്പോൾ ആ ഓപ്പറേഷൻ അവർ പറഞ്ഞത് അത് എന്തോ ലക്ഷക്കണക്കിന് ഒരാൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേക രോഗാവസ്ഥയാണ്. തലച്ചോറിനകത്തു നിന്നുള്ള ഞരമ്പ് ഓപ്പൺ ആകാത്തതാണ്. അതുകൊണ്ട് കാഴ്ചയൊന്നും കിട്ടുകയില്ല എന്ന് പറഞ്ഞു. അത് ഞാനറിഞ്ഞില്ല. പിന്നെ മാതാപിതാക്കളും ഒക്കെ ബന്ധുക്കളൊക്കെ അറിഞ്ഞത്. അതിനുശേഷം ഇത് തിരിച്ചറിയുന്നത് നമുക്കൊരു 3-4-5 വയസ്സൊക്കെ ആകുമ്പോഴാണല്ലോ നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം തൊട്ടുള്ള ജീവിതത്തിൽ ഇപ്പോൾ അതിൻ്റേതായ പല ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും എനിക്ക് ആ ബുദ്ധിമുട്ട് അത്ര വലിയ പ്രശ്നമല്ല. കാരണം ഈ കാണാത്തത് കൊണ്ട് കാഴ്ചയെക്കുറിച്ച് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ടൊന്നും അങ്ങനെ തോന്നിയില്ല. പിന്നെ 5 വയസ്സായപ്പം ഈ ബ്ലൈൻഡ് സ്കൂളിൽ കൊണ്ട് ചേർത്ത്
എനിക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് തന്നെ കാഴ്ചയില്ലാത്തവരെ അംഗീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ കാഴ്ചയില്ലാത്തവരാണ് പഠിക്കുന്നതേ. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ ആ സമയത്ത് കഴിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ പൊരുത്തപ്പെടാതെ തന്നെ ഇനി പോന്നു. അതിനുശേഷം ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ വീടുകളിലും മറ്റുള്ളവരൊക്കെ സംസാരിക്കുമല്ലോ ഇപ്പം. അപ്പോൾ പലരും പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ജീവിതം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, കാഴ്ചയുമില്ല, ഇനി വിദ്യാഭ്യാസം കൂടി ഇല്ലെങ്കിൽ പിന്നെ എന്താ, ഇപ്പോഴത്തെ കാലത്ത് വിദ്യാഭ്യാസമാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങളൊക്കെ പലയിടത്തു നിന്ന് കേട്ടു. പക്ഷേ കേട്ടതൊന്നും ഞാൻ കേട്ടത് അതുപോലെ സ്വീകരിച്ചു. പക്ഷേ ഒരു കാര്യം, ഒരിക്കൽ ഒരു അമ്മച്ചി, അത് അയൽവാസി അമ്മച്ചിയാണ്, ഇങ്ങനെ എൻ്റെ ഒരു പിറന്നാൾ ദിവസം വീട്ടിൽ കയറി വന്നു. സംസാരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്നേരം എനിക്ക് 11 വയസ്സാകുന്ന ദിവസം. അപ്പം ഈ അമ്മച്ചി പറഞ്ഞു, എന്തായാലും ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ദൈവത്തിന് ഒരു പദ്ധതി എന്നെക്കുറിച്ചുണ്ടോ, ആ പദ്ധതി എന്താണെങ്കിൽ അത് കണ്ടെത്തണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത്, ഈ പ്രാർത്ഥിച്ച് കഴിയുമ്പം ദൈവം അത്ഭുതം പ്രവർത്തിച്ച് കാഴ്ചയൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ലോകത്തിൽ. അപ്പോൾ ആ സമയത്തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു അത്ഭുതം നടക്കാനായിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പ്രാർത്ഥനയോട് തന്നെ കൂടുതൽ താല്പര്യം വർദ്ധിച്ച് വരിക, അറിയാതെ തന്നെ. എന്ന് വെച്ചാൽ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വിടാതെ പിടിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം ദൈവവചനത്തോട് വലിയൊരു ദാഹമായി. ആ ദൈവവചനത്തോടെ ദാഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ഒരു കാര്യം ചെയ്തു. അന്ന് അദ്ദേഹത്തെ ഒത്തിരി തിരക്കുണ്ട്, അധ്യാപകനാണ്. അപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ്സുകളുണ്ട്, കൃഷിയുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുടെ തിരക്കിലാണെങ്കിൽ പോലും രാത്രിയിൽ 9:30 ആയാൽ ഒരു അരമണിക്കൂറെങ്കിലും ബൈബിൾ വായിച്ച് കേൾപ്പിക്കുക, അതൊരു ശീലമായി. അങ്ങനെ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ അച്ചാച്ചനും പുതിയ പുതിയ കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് വെളിപ്പെടാൻ തുടങ്ങി. അമ്മയ്ക്കാണേലും അല്ല അച്ചാച്ചനാണേലും ആത്മീയ കാര്യങ്ങളിൽ ഭയങ്കര ഉത്സാഹവും താല്പര്യമായിരുന്നു. ഈശോയോട് അടുക്കാനുള്ളൊരു മുഖാന്തരം. അപ്പം ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ റേഡിയോയിൽ കൂടെയൊക്കെയുള്ള സുവിശേഷ പ്രസംഗങ്ങൾ പലയിടത്തു നിന്ന് കേൾക്കാൻ തുടങ്ങി. യേശുക്രിസ്തു എൻ്റെ രക്ഷകനാണ്, ദൈവമാണ്, അവൻ എനിക്ക് വേണ്ടി മരിച്ചവനാണ്, ഉയർത്തെഴുന്നേറ്റവനാണ്, സത്യം ബോധ്യപ്പെട്ടപ്പോൾ ഈ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബോധ്യം കിട്ടി, ഈ കാഴ്ചകളൊന്നും കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു ലോകത്തിൽ എന്തെങ്കിലും കിട്ടുന്നതോ അല്ല ദൈവാനുഗ്രഹം. അതിനപ്പുറമായിട്ട് ഒരു ദൈവാനുഭവം ഉണ്ട്, അതിൽ വളരണം. ഈ ഒരു ദാഹമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ മാത്യു നായിക്കമ്പലം അച്ഛൻ്റെ കൺവെൻഷൻസ് ഇവിടെയൊക്കെ പലയിടങ്ങളിൽ നടന്നപ്പം കുറേ ആൾക്കാരൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പുമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇടവകയിലും കുറേ ആൾക്കാർ, കുറേ ആൻറ്റിമാരും അച്ചായന്മാരും ഒക്കെ ചേർന്ന് പ്രാർത്ഥനാ സംഭവം ഉണ്ടായി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചർ വന്ന് മമ്മിയെ വിളിച്ചു, വീട്ടിൽ വന്ന് അവിടെ പ്രാർത്ഥനയുണ്ട്, വന്ന് കൂടെ, എന്തായാലും വന്ന് കൂടെ, അത് ഒരു അനുഗ്രഹമായിരിക്കും. അപ്പം അവിടെ വന്നു മമ്മി ആ വീട്ടിൽ ചെന്നു. അവിടെ ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, 91. അപ്പോൾ ആ സമയത്ത് ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് എന്ന് പറയും, ഒരു പ്രാർത്ഥന ഇവിടെയും കൂടെ വെക്കാം. അങ്ങനെ ആ പ്രാർത്ഥന വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമുക്ക് കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഒരു വേദിയായി ആ സമയത്ത്. അങ്ങനെ പതുക്കെ ശുശ്രൂഷ രംഗത്തേക്ക് വരികയാണ്. എങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ഈ ലോകത്തോടുള്ള ആഗ്രഹമൊന്നും വിടുന്നില്ല. എന്നാൽ ലോകത്തിൽ നിന്ന് കാഴ്ചയൊക്കെ കിട്ടി ലോകത്തിൽ ജീവിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. അത് ഒരു സന്ദേശമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനത് നിർത്തി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ പരസ്യമായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള വേദികളുണ്ടായി. ആത്മീയ ശുശ്രൂഷകളുടെ പ്രാരംഭ കാലഘട്ടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ഭവനത്തിൽ തന്നെ രൂപം കൊണ്ട ഒരു പ്രാർത്ഥനാ സമൂഹമാണ്. അത്
ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് സജീവമായിട്ട് പങ്കെടുക്കാനും അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ പല ആൾക്കാരും വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ആ പ്രശ്നങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരം കൊടുക്കാനുമുള്ള കൃപാവരം തന്നു. ദൈവവചനം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാനൊക്കെയുള്ള ഒരു അഭിഷേകമായി കഴിഞ്ഞപ്പോൾ അതൊരു വചന ശുശ്രൂഷയിലേക്ക് പിന്നെ കടന്നു വരേണ്ടത് സാഹചര്യം. വചന ശുശ്രൂഷയൊന്നും ഞാൻ ഒരിക്കലും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം നമ്മൾ കരുതിയിരിക്കുന്ന വചന ശുശ്രൂഷയൊക്കെ വൈദികരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അതൊക്കെ ചെയ്തോട്ടെ. പിന്നീട് ഒരു സാഹചര്യങ്ങൾ മാറി വന്നപ്പം വചന ശുശ്രൂഷ കൊടുക്കേണ്ടതായിട്ട് വന്നു. വചന ശുശ്രൂഷ വളരെ ചെറിയ രീതിയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പ്രയർ ഗ്രൂപ്പിനെ മൊത്തമായിട്ട് ഏറ്റെടുത്ത് നയിക്കേണ്ടതായ ഒരു സാഹചര്യം കൂടെ അതിനോടൊപ്പം ഉണ്ടായി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മറ്റു പലർക്കും അനുഭവമായിട്ട് തരുന്നു. രോഗികളൊക്കെ സൗഖ്യപ്പെടുന്നതും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നു. പ്രത്യേകിച്ച് ആ സമയത്താണ് ഇവിടെ അടുത്തൊരു മകള് അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ കഴിയുക. അപ്പം ഞങ്ങൾക്കൊരു ചെറിയ വ്യവസായ സ്ഥാപനമുണ്ട്, അവിടെ ജോലി ചെയ്യുന്ന മകളാണ്, പാവപ്പെട്ടൊരു കൊച്ച. അപ്പം അതീവ ഗുരുതരാവസ്ഥയിലായി. അപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെ അടുത്തൊക്കെ വന്ന് പ്രാർത്ഥന ആവശ്യപ്പെടുകയും അവരറിയുന്നവരൊക്കെ വന്ന് പ്രാർത്ഥന. അപ്പോൾ അവർ പറയുന്നുണ്ട് വീട്ടിലെല്ലാം ഒരുക്കി, നാളെ ഒരു മരണ വീട്ടിൽ ഒരുക്കാവുന്ന കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് തന്നെ ഒരു പ്രാർത്ഥന ഒന്നിച്ച് ഞങ്ങൾ കൂടുന്ന സമയമാണ്. അപ്പോൾ ഈ വിഷയം പറഞ്ഞപ്പം പ്രത്യേകിച്ച് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല, എന്നാലും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സ്വരം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് കേൾക്കുകയാണ്. രക്ഷിക്കാൻ കഴിയാത്തവണ്ണം കർത്താവിൻ്റെ കാര്യം കുറുകിയിട്ടില്ല, കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന വചനം ഇങ്ങനെ കേൾക്കുന്നു. അപ്പം പെട്ടെന്ന് ഞാനത് ഗ്രൂപ്പിൽ പറയുകയും ചെയ്തു, ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്. അപ്പോഴും നമുക്കറിയാം, കാരണം ഏകദേശം മരണം ഉറപ്പായ ഒരാളുടെ കാര്യം പിന്നെ നമ്മൾ എങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഈ പറഞ്ഞ കൊച്ചിനൊന്നും സംഭവിച്ചില്ല. എന്നുവെച്ചാൽ ഗുരുതരാവസ്ഥയിലായിരുന്ന മകൾക്ക് അല്പാൽപ്പം വ്യത്യാസമുണ്ട്. മരിക്കുമെന്ന് പറഞ്ഞ കുട്ടിക്കൊന്നും സംഭവിച്ചില്ല. തന്നെയല്ല, ഇവൾ പതുക്കെ സുഖപ്പെട്ടു. പിന്നെ അവൾ പൂർണ്ണ ആരോഗ്യം പ്രാപിച്ചു. അവൾ കല്യാണമൊക്കെ കഴിച്ച് കുടുംബജീവിതമൊക്കെ ഇപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പം അത് എൻ്റെ ജീവിതത്തിൽ ഉറപ്പായി. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ളൊരു വിളി കർത്താവ് തന്ന് കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പം ചങ്ങനാശ്ശേരിയിൽ ഒരു വിജയപുരം രൂപതയുടെ പള്ളിയുണ്ട്, മേരി മൗണ്ട്. അവിടെ ഒരു ധ്യാനം നടക്കുക. അത് പോയി വന്നുള്ള ധ്യാനം, താമസിച്ച ധ്യാനമൊന്നുമല്ല. പ്രാർത്ഥന അനുഭവ ധ്യാനം എന്ന് പറയുന്ന ആനക്കല്ലിൽ ബേവിച്ചായൻ നടത്തുന്നു. അദ്ദേഹം ഒരു വൈദികനൊന്നുമല്ല, സാധാരണ ഒരു മനുഷ്യന്, ഒരു ആത്മശുശ്രൂഷ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധ്യാനം കൂടുന്നു. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന ആരംഭിച്ചു. ആരാധന വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രത്യേകതയുണ്ട്. വലിയ ഒരു ബഹളമായിട്ടൊന്നോ അങ്ങനെ വലിയൊരു ആഡംബരമായിട്ടുള്ള ശുശ്രൂഷയൊന്നുമല്ലോ, വളരെ ശാന്തമായ ശുശ്രൂഷ, സ്വസ്ഥമായിട്ട്. അങ്ങനെ ദൈവപിതാവേ, യേശുവേ നാഥ, ഈ 2 ലൈനും കഴിഞ്ഞു പോയി. പിന്നെ അതുപോലെ തന്നെ വളരെ ശാന്തമായിട്ട് പാവനാത്മാവേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് അതിശക്തമായൊരു അഭിഷേകം, ഒരു വല്ലാത്തൊരു അനുഭവം വന്നു. ശരീരം മുഴുവൻ തരിച്ചു പോകുന്ന പോലെ. പിന്നെ കുറച്ച് സമയത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്നൊന്നും ഞാൻ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നുമില്ല. അങ്ങനെ എനിക്കുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അതൊക്കെ വല്ല വിശ്വാസമില്ലാത്തവർക്കോ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം ഈ ഒരു അനുഭവത്തിലേക്ക് ഒരമണിക്കൂറോളം കടന്നു വരികയും ഒരു കാര്യമില്ലാതെ കരയുക. ഞാനിപ്പം അങ്ങനെ കരഞ്ഞൊന്നും പ്രാർത്ഥിക്കുന്ന രീതി എനിക്കില്ല. കാരണം അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം ഒന്നുമില്ല. പിന്നെ ഈ അവസ്ഥയെക്കുറിച്ച് എനിക്ക് വലിയ പ്രശ്നവുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ കരഞ്ഞു ഒന്നും ഞാനങ്ങനെ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. പക്ഷേ ആ സമയം അരമണിക്കൂർ കരഞ്ഞു. അതിശക്തമായിട്ടൊരു പ്രത്യേക ദൈവാനുഭവം ഉണ്ടായി. അതിനുശേഷം ആ ദേവാലയത്തിൽ തന്നെ എല്ലാ ഞായറാഴ്ചയും ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ ഞായറാഴ്ചയും അവിടെ ദിവ്യകാരുണ്യ ആരാധനയും വിശുദ്ധ കുർബാനയുണ്ട്. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഞായറാഴ്ച കുർബാന എന്ന് പറയുന്ന ഒരു കാര്യത്തിലൂടെ കൂടുതൽ ഇൻവോൾവ് ആകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാനിന്നും പള്ളിയിൽ നിന്നും അങ്ങനെ പോകാറില്ല. വിശ്വാസം ഇല്ലാച്ചിട്ടില്ല. പള്ളിയിൽ പോയാൽ എല്ലാവരും ഇങ്ങനെ നോക്കും, എല്ലാവരും കാണും. പിന്നെ വലിയ ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ പോകുമ്പോൾ മറ്റുള്ളവർ കാണുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുകൊണ്ട് ഞാനങ്ങനെ പോകാൻ താല്പര്യപ്പെട്ടില്ല. മറ്റുള്ളവർ വേണേൽ പറഞ്ഞു വിടും, പക്ഷേ പോകാറില്ല.
അപ്പോൾ അങ്ങനെ അവിടെ തന്നെ ദേവാലയ ശുശ്രൂഷയായി. അതിനോടനുബന്ധിച്ച് പല ഭവനങ്ങളിലേക്കും ഒരു ശുശ്രൂഷയുടെ മേഖലയായിട്ട് കടന്നു ചെല്ലാനിടയായി. പക്ഷേ ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അത് ചങ്ങനാശ്ശേരിയുടെ ചില പ്രത്യേക സ്ഥലങ്ങളാണ്. എന്ന് വെച്ചാൽ അവിടെ ബൈബിളിലൊരു കാര്യം പറയുന്നുണ്ട്, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആ പ്രദേശത്തെക്കുറിച്ചുള്ള ആ ഒരു കാലഘട്ടത്തിൻ്റെ കണക്കൂട്ടിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലാനിടയായി. അവിടെയൊക്കെ ചെന്ന് ദൈവവചനം കൊടുത്തു. അനേക വ്യക്തികളുടെ ജീവിതത്തിലെ വേദനകൾ എന്ന് വെച്ചാൽ അവിടെ മദ്യപാനത്തിൻ്റെയും അതുപോലുള്ള പല തിന്മകളുടെയും ശക്തമായ സ്വാധീനം നിലനിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അങ്ങനെ ആ പ്രദേശത്ത് തന്നെ പിൽക്കാലത്ത് ഒരു ആത്മീയ വളർച്ചയുടെ ഒരു വഴി തുറക്കാൻ അത് കാരണമായി തീർന്നു. അതിൻ്റെ ഫലമായിട്ട് ഭവനങ്ങളിൽ നിന്ന് ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്ന ശുശ്രൂഷ കുറേ ആൾക്കാർ ചേർന്ന് രൂപപ്പെടും. അപ്പോൾ അതിന് വന്നിരിക്കുന്ന വേറൊരു പ്രശ്നം, ശുശ്രൂഷയ്ക്ക് ഞാൻ വരണമെന്നുള്ള കാര്യം എല്ലാവർക്കും നിർബന്ധമാണ്. പക്ഷേ എല്ലാവർക്കും എന്നെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക പശ്ചാത്തലമൊന്നുമില്ല. അന്ന് ഒരു വാഹനത്തിൽ ഇപ്പം അന്ന് ടാറ്റയുടെ ഇൻഡിക്ക ഇറങ്ങി. ഇൻഡിക്കക്കാറുള്ള ആരെങ്കിലും വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങാനായിട്ട്, ശുശ്രൂഷയ്ക്ക് പല ഭവനങ്ങളിൽ പോകാൻ അതിനുള്ള സന്നദ്ധതയോടുകൂടി. അങ്ങനെ ചുമ്മാ ആഗ്രഹിച്ചപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഒരു ജുവലറി നടത്തിക്കൊണ്ടിരുന്ന ജോസഫ് പൊട്ടിച്ചായനും ഭാര്യ കുഞ്ഞോളി ചേച്ചിയും കൂടെ വന്ന് അവർ പറയുകയാണ്, നമുക്ക് ഈ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി ആർക്കൊക്കെ ഭവനങ്ങളിലേക്ക് എന്നെ കൊണ്ടുവരാനുള്ള സാമ്പത്തിക പശ്ചാത്തലം ഇല്ലെങ്കിൽ നമുക്കത് ഏറ്റെടുത്തങ്ങ് ചെയ്യാം. അതിന് എൻ്റെ വാഹനം അതിനായിട്ട് മാറ്റി വെക്കാം. അദ്ദേഹത്തിൻ്റെ വണ്ടി പുതുതായിട്ടിറങ്ങിയ ടാറ്റയുടെ ഇൻഡിക്കയുടെ കാറായിരുന്നു. അപ്പോൾ കർത്താവ് അത് വളരെ ഭംഗിയായിട്ട് ഒരുക്കി. അത് അനേക ഭവനങ്ങളിൽ കടന്നു വന്ന അനേകർക്ക് അതൊരു ദൈവസ്നേഹത്തിലേക്ക് നയിക്കാനുള്ള മാർഗമായി തീർന്നു. പിന്നീട് പല പ്രാർത്ഥനാ സമൂഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. അതൊക്കെ ശേഷം ഈ കോവിഡ് ഒക്കെ വന്നു. പ്രാർത്ഥന എല്ലാം നിന്ന്, എല്ലായിടത്തും പള്ളികളും അടച്ചു, പ്രാർത്ഥന അടച്ചു. അതുകൊണ്ടൊരു കാര്യം ചെയ്യാമെന്ന് ഒരു ചിന്ത വന്നു, കുറച്ച് യുവാക്കന്മാരെ സംഘടിപ്പിക്കുക. അപ്പം പതിവായിട്ട് നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് വരാൻ പലർക്കും മടിയുണ്ട്, പേടിയുണ്ട്. അപ്പം ഞാൻ സന്നദ്ധയുള്ള യുവാക്കന്മാരോട് ചോദിച്ചു, നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ? നമുക്ക് ഒരു വെള്ളിയാഴ്ച ദിവസം രാത്രിയിൽ ഇവിടെ കൂടി വരാം. അപ്പോൾ അതിന് കുറച്ച് ആൾക്കാർ സന്നദ്ധരായി. അങ്ങനെ യുവാക്കന്മാരെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് ആ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും ശക്തമായിട്ട് നിയന്ത്രണങ്ങളൊക്കെ നിൽക്കുന്ന സമയത്തും ഒരു ശുശ്രൂഷ ഒരുക്കാൻ കർത്താവ് ആ സമയത്ത് തന്നെ ഇടയാക്കി. പല ഗ്രൂപ്പുകളും അടച്ച സമയത്ത് ഒരു പുതിയ ഗ്രൂപ്പ് കർത്താവ് തുറന്നു തന്നു. ആ ശുശ്രൂഷ ഇന്നും ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് അനേക മക്കളെ വിശ്വാസത്തിലേക്ക് നടത്തുമ്പം വലിയ അത്ഭുതം നടന്നെന്നോ അവർക്ക് വലിയ ലോകത്തിന് നേട്ടം ഉണ്ടായെന്ന് ഒരിക്കലും ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അതെനിക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യം. പക്ഷേ വിശ്വാസ ജീവിതത്തിൽ വളരാൻ, പ്രത്യാശ നിറയാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മകൻ പറയുകയാണ്, ഞാൻ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവനായിരുന്നു, പള്ളിയിൽ നിന്ന് പോകുന്നല്ലാതെ എനിക്കതിന് കവിഞ്ഞു യാതൊരു ആത്മീയത. പക്ഷേ ഇവിടെ വന്നേ പിന്നെ എൻ്റെ ജീവിതത്തിൽ അത് വലിയ വ്യത്യാസമായി. ലഹരി വസ്തുക്കളൊക്കെ ഉപേക്ഷിക്കാനും എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകാനുള്ള കൃപ കർത്താവ് തന്നു എന്ന് പറയുമ്പോൾ ഒരാത്മാവ് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത് ലോകത്തിൽ മറ്റേത് അത്ഭുതങ്ങളെക്കാൾ വലുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ അങ്ങനെ ശുശ്രൂഷകൾ വന്നു. ഈ ദേവാലയത്തിൽ എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ഇടവ കൂത്രപ്പള്ളി എല്ലാ വെള്ളിയാഴ്ച ആരാധന ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് കർത്താവ് കൃപ തന്നു. അതുപോലൊപ്പം തന്നെ ഇവിടുത്തെ കോൺവെൻറ്റിൽ 12 വർഷമായിട്ട് മുടങ്ങാതെ വ്യാഴാഴ്ച ആരാധന നിർവഹിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജോൺസൺ തുണ്ടിലച്ചൻ, ചങ്ങനാശ്ശേരി അച്ഛനാണ്. അച്ഛൻ ഇരിക്കുന്ന എല്ലാ പള്ളികളിലും ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന താഴത്തുപടകര ലൂർദ് മാതാ പള്ളിയിലാണ്. അപ്പം ആ പള്ളിയിലെ ആദ്യ വെള്ളിയാഴ്ചകളിൽ അദ്ദേഹം എവിടെ ഇരുന്നാലും ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ ക്രമീ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയിൽ ഇന്നും മുന്നേറുന്നു. അപ്പോൾ ആ ഒരു ദൈവവിളിയിൽ
ഞാൻ പൂർണ്ണമായിട്ടും സംതൃപ്തനാണ്. എൻ്റെ ദൈവം എനിക്ക് എല്ലാം തന്നു എന്ന് ഞാൻ പറയും, എനിക്കെല്ലാം തന്നു എന്ന് പറയും. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കർത്താവ് പല സാഹചര്യങ്ങളിലൂടെ ചെയ്തു തന്നിട്ടുണ്ട്. ഈ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും പല സ്റ്റേറ്റുകളിലും പോയി ദൈവവചനം പങ്കുവെക്കാനും ഒക്കെ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ശുശ്രൂഷയെക്കുറിച്ച് എനിക്ക് ചുരുക്കമായിട്ട് പറയാനുള്ള കാര്യം. അതാണ്. ബ്രദറെ, ഇവരെ ഒന്ന് പരിചയപ്പെടുത്താമോ? രണ്ടാമത്തെ പെങ്ങളാണ്, പിന്നെ മൂത്ത ചേട്ടനുമാണ്. ഒരു 2 പേര്. രണ്ടാമത്തെ ചേച്ചി ഷേർലി, പിന്നെ ചേട്ടൻ ജോസി. ഇവരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. സഹോദരങ്ങളെന്ന നിലയിൽ ബ്രദറിൻ്റെ ശുശ്രൂഷകളെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? ജിജുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ, അച്ചാച്ചനാണ് ഇതിനെ മുന്നിട്ട് നിന്നിരുന്ന. അച്ചാച്ചനെപ്പോൾ ബൈബിൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. മമ്മി പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു ഒരു ഭവനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും. അങ്ങനെയാണ് അതിലൂടെ ജിജു ഇത്രയും പ്രാർത്ഥനയിലായതും ഒരുപാട് അത്ഭുതങ്ങൾ ജിജുവിനോട് പ്രവർത്തിക്കുന്നതും കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജിജുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞാൽ, ഇതിനുള്ള ഒരു ബേസ് കിട്ടിയത് ഇവിടെ ബുധനാഴ്ചകളിൽ തുടങ്ങിയ ഒരു പ്രാർത്ഥനയാണ്. ഒരു ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് തുടങ്ങിയ ഒരു പ്രാർത്ഥനയാണ്. ആദ്യമൊക്കെ ഞാനിത് കണ്ടപ്പം എനിക്കും അത്ര രസകരമായിട്ട് തോന്നിയില്ല. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ പോരെ എന്നുള്ള ഒരു ധാരണയായിരുന്നു. പക്ഷേ ഞാനും മമ്മിയുടെ നിർബന്ധപ്രകാരം അതിൽ കൂടുകയും പിന്നെ എനിക്കും അതിലേക്കൊരു പ്രാർത്ഥന വീട്ടിൽ നടത്തണമെന്നുള്ള ഒരു ഐഡിയ കിട്ടുകയും ചെയ്തു. അതിൽ ജിജു സജീവമായി പങ്കെടുക്കുമായിരുന്നു എല്ലാ ബുധനാഴ്ചകളിലും. അതാണ് അവന് കിട്ടിയ ഒരു ബേസ്. അതിൽ നിന്നാണ് ഈ വളർച്ചയിലേക്ക് അവൻ എത്തിയത്. ബ്രദറെ, നമ്മളുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ? കർത്താവ് തരുന്നൊരു ചിന്ത അത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് ആത്മീയ നവീകരണം മേഖല വലിയൊരു അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വലിയ അപകടം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ സ്വയം രക്ഷിക്കാനുള്ള, സ്വയം പടുത്തുയർത്താനുള്ള ഒരു തലമായിട്ട് ഇന്ന് ആത്മീയ ജീവിതം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നത് വളരെ വേദനയുള്ള കാര്യമാണ്. എങ്കിലും പറയാതിരിക്കാൻ പറ്റത്തുമില്ല. മത്തായി സുവിശേഷം 16 മർക്കോസ് 8 വീണ്ടും ലൂക്കാസ് സുവിശേഷത്തിൽ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് വളരെ പ്രസക്തമാണ്. നമ്മൾ പല വചനങ്ങൾ പഠിക്കുന്നവരാണ്, പക്ഷേ ഈ വചനമൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഈശോ പറഞ്ഞു, സ്വന്തം ജീവൻ കണ്ടെത്താൻ ശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തുക തന്നെ ചെയ്യും. സ്വന്തം രക്ഷയല്ല, ക്രിസ്തുവിനെ പ്രതി ബലിയാകുന്നതാണ് യഥാർത്ഥ ദൈവഹിതമെന്ന് തിരിച്ചറിയാൻ എല്ലാവരും തയ്യാറാകണം എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ബ്രദറിനെ കണ്ടുമുട്ടുവാനും പരിചയപ്പെടുത്താനും കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കേട്ട അറിവെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇന്നൊരു രക്ഷകനായി, ഈ ജീവിത സാഹചര്യത്തിൽ മറ്റുള്ളവർക്കൊരു രക്ഷകനായി തീരാൻ പറ്റുന്നത് ദൈവം ഒരു മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. കാരണം കൗൺസിലിങ്ങിലൂടെയും പ്രാർത്ഥനയിലൂടെയും വചനപ്രഘോഷണങ്ങളിലൂടെയും ഒരുപാട് വ്യക്തികൾ ഈ ശുശ്രൂഷയിലൂടെ സന്തോഷം കണ്ടെത്തുന്നുണ്ട്, ദൈവാനുഭവത്തിലേക്ക് വരുന്നുണ്ട്. ഇത് ദൈവം ഇങ്ങനെ വിളിച്ചു മാറ്റി നിർത്തിയ ബ്രദറിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം എനിക്കും ഇന്നൊരു സന്തോഷമുള്ളത്, വർഷങ്ങൾക്ക് മുൻപ് കുന്നേപ്പള്ളിയിലുള്ള ഒരു ധ്യാനത്തിൽ ബ്രദറിൻ്റെ ഒരു അനുഭവം പങ്കുവച്ചല്ലോ. അന്ന് ആ ധ്യാനത്തിന് പാടിയിരുന്നത് ഞാനും ബ്രദറും കൂടിയായിരുന്നു. അപ്പം ആ ശുശ്രൂഷകളുടെ മഹത്വം ഇന്ന് ഇവിടെ വെച്ച് അറിയാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ബ്രദറിൻ്റെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് ഗുഡ്നസ് ടിവിയുടെ പേരിൽ നന്ദി പറയുന്നു. ജീവിതത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ബ്രദർ തൻ്റെ ശുശ്രൂഷകളിലൂടെ അനേകം മക്കൾക്ക് ആശ്വാസമാകുന്നത് എപ്രകാരമാണെന്ന് നാം ഈ പ്രോഗ്രാമിലൂടെ കണ്ടു കഴിഞ്ഞു.
അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും എല്ലാവർക്കും പ്രചോദനമാകട്ടെ. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിയുടെ വിശേഷവുമായി നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.